സംസ്ഥാന അധ്യക്ഷൻ തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായി കൂടിയെത്തുന്ന മണ്ഡലം കൂടിയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മലപ്പുറമാണ്. അതൊരു കോട്ട തന്നെയാണ്. ഇതൊരു വലിയ പ്രവചനത്തിന് സാധ്യതയുണ്ടോ എന്ന് പറയാൻ കഴിയാത്ത ഒരു മണ്ഡലം കൂടിയാണ് മലപ്പുറം. എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് ഇത്തവണ ചില പക്ഷേ ഏത് കോട്ടയും പൊളിഞ്ഞേക്കാം. രാഷ്ട്രീയത്തിൽ ഏത് കോട്ടയും പൊളിക്കാൻ എതിരാളികൾക്ക് സാധിക്കും എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷണത്തിന് കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലഘട്ടം കൂടിയാണല്ലോ അപർണ. മലപ്പുറത്ത് നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകുക CV അനുമോദ് കൂടിയായിരിക്കും. അപ്പോൾ 5 മണ്ഡലങ്ങളിലൂടെ നമ്മൾ 2.5 മണിക്കൂർ കടന്നു പോകും. ആ വിശകലനങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ അഭിമുഖത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ മിനിറ്റുകളിൽ കേരളം നിൽക്കുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ് കേരളം ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ വിഷയമാകുന്നത് എന്നുകൂടി നോക്കേണ്ടതായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോയ ശേഷം നമുക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സിലേക്ക് മടങ്ങി വരാം. ആദ്യം കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഇടപെടുമെന്നും നിയമോപദേശം തേടിയിട്ടുണ്ടെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചത്. പണം എങ്ങനെ നിക്ഷേപകർക്ക് തിരികെ നൽകാനാവുമെന്നാണ് നോക്കുന്നത്. ED പിടിച്ചെടുത്ത 90 കോടി രൂപ നിക്ഷേപകർക്ക് നൽകാനുള്ള നീക്കം നടത്തണമെന്ന് EDയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതായി മോദി പറഞ്ഞു. 300ഓളം സഹകരണ ബാങ്കുകൾ ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുണ്ട്. ബാങ്കുകൾ ഭരിക്കുന്നവർ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്നു. ഈ പണം ഉപയോഗിച്ച് ഇവർ സ്വന്തം പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നു. ഇതെല്ലാം സാധാരണ മനുഷ്യർക്ക് നേരെയുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് താൻ ഇടപെടുന്നത്. പലവിധ ആവശ്യങ്ങൾക്കായി പാവങ്ങൾ നിക്ഷേപിച്ച തുകയാണ് ഇത്. കർഷകരും കർഷക തൊഴിലാളികളും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണിത്. തനിക്ക് ഇത് തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നും സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നമാണെന്നും മോദി പറഞ്ഞു. भ्रष्टाचार की गंध भरी पड़ी है, लेकिन इकोसिस्टम ऐसी बनाई हुई है कि कोई चीज बाहर आने नहीं देते हैं। और इसलिए इस चुनाव में जब गया, मैं कोऑपरेटिव को लेकर के इसलिए बोला हूं कि ये सामान्य मानवी के साथ बहुत बड़ा क्राइम है। ये इसको माफ नहीं किया जा सकता। गरीब परिवार बैंक में पैसा रखता है ना, तो उसको लगता है चलो ब्याज यहाँ ज्यादा मिलेगा, तो उसको लगता है कि भाई पैसा रखता हूं तो बेटी बड़ी होगी तो शादी करवा लूंगा, और बड़ी मेहनत से वो कमा करके उसके पैसा रखता है। फिशरमैन के पैसे हैं, किसान के पैसे हैं, मजदूर के पैसे हैं। और करीब 300 कोऑपरेटिव बैंक है जो पूरी तरह ये लेफ्टिस्ट लोग चलाते हैं, और करीब 1 लाख करोड़ रुपया केरल के गरीबों का, सामान्य मानवी का उसमें पड़ा हुआ है। अब आप उसमें देखिए कि इन्होंने क्या किया। उसके संचालन करने वालों ने उनके पैसों की चिंता नहीं की, बड़ी बड़ी प्रॉपर्टी खरीद कर ली। अभी एक बैंक में हमने जो कार्रवाई की तो उसमें करीब 90 करोड़ रुपए हमने अटैच किया है, और मैंने अभी लीगल एडवाइस में ले रहा हूं कि ये जो 90 करोड़ रुपए हैं, जिनके पैसे बैंक में थे, इनको वापस कैसे मिले। मैंने ED से भी आग्रह किया कि भाई हम देना शुरू करें, और जो लूट रहे हैं उनकी प्रॉपर्टी अटैच करें। हमने अब तक 17,000 करोड़ रुपीस जो इस प्रकार से पकड़े थे, वो संबंधित जिसका था उसको वापस किया है 17,000 करोड़ रुपीस। और इसलिए मैं केरल में इन 300 बैंक का जो घपला इन्होंने किया है, अरबों खरबों रुपयों की, ये जो 1 लाख करोड़ रुपया, ये छोटी अमाउंट नहीं है, गरीब है, और मैं मानता हूं उसको मैं गंभीरता से मैंने लिया है। പൂരം ആരംഭിച്ചത് ആലപ്പുഴയിൽ നിന്നായിരുന്നു. അതിനുശേഷം പോയത് ആലത്തൂരിലേക്കാണ്. ആലത്തൂരിൽ ഈ കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഉന്നയിച്ച സാഹചര്യമുണ്ടാകുന്നു. അവിടുത്തെ NDA സ്ഥാനാർത്ഥി പ്രൊഫസർ സരസുവുമായി കരുവന്നൂർ എന്ന വിഷയം തന്നെയാണ് ഊന്നിക്കൊണ്ട് അന്ന് സംഭാഷണം നടത്തിയതും. ഈ ആലത്തൂരിൽ നിൽക്കുന്നില്ല കരുവന്നൂർ, അത് തൃശ്ശൂർ മണ്ഡലത്തിൽ പോലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് കാര്യം. തീർച്ചയായും. റൈറ്റ്.
ഏതായാലും പ്രധാനമന്ത്രിയുടെ മറ്റ് പ്രതികരണങ്ങളിലേക്കൂടെ നോക്കാം. സാമ്പത്തിക വിഹിതം നൽകാതെ കേരളത്തെ കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നു എന്ന ആരോപണം അത് പാടെ തള്ളിയിരിക്കുക കൂടിയാണ് പ്രധാനമന്ത്രി. UPA സർക്കാർ നൽകിയെന്ന് പറയുന്നതിന്റെ 3 ഇരട്ടിയിലേറെ തുകയാണ് കേരളത്തിന് കേന്ദ്രം നൽകിയത്. എന്നിട്ടാണ് പണം കിട്ടുന്നില്ലെന്ന് കേരള സർക്കാർ പറയുന്നതെന്നും പ്രധാനമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. UPA സർക്കാർ 46,000 കോടി രൂപയാണ് കേരളത്തിന് നൽകിയത്. ഈ സർക്കാർ 1.5 ലക്ഷം കോടി നൽകി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ കേസിന് പോയ കേരളം സുപ്രീം കോടതിയിൽ ശകാരം ഏറ്റുവാങ്ങിയതും വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണം ഉന്നയിച്ചിട്ടാണ്. കേന്ദ്രത്തിനെതിരെ കേസിന് പോവുക എന്നത് ഫാഷനായിരിക്കുകയാണ്. രാജ്യത്തെ നിയമങ്ങൾക്കും സംവിധാനങ്ങൾക്കും അനുസരിച്ചാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും പണം നൽകുന്നത്. അതിൽ കേരളത്തോട് വിവേചനമില്ല എന്നും മോദി പറഞ്ഞു. ये संपत्ति सब देश की है, कोई हम उसमें से मालिक नहीं है. दूसरी बात है, ये व्यवस्थाएं संविधान में निर्धारित नियमों से चलती है. कोई सरकार अपनी मर्जी से नहीं करती है. जब 14th फाइनेंस कमीशन आया, उसने एक ऐसा बड़ा जबरदस्त निर्णय किया. पहले 32% डिवैल्यूएशन था, उन्होंने 42 कर दिया. अब सब तरफ से मेरे दबाव था, साहब 42 कर ही नहीं सकते, देश चल नहीं सकता है, आप सरकार चला नहीं पाओगे, फेल हो जाओगे. और सरकार को हक है उसमें से 10 में से 5 चीजें लेनी, 3 लेनी, 2 लेनी, 10 लेनी, न लेनी. सरकार के पास अधिकार है, पार्लियामेंट को अधिकार है. लेकिन जब मेरे सामने आया, मैंने कहा भाई मैं जानता हूं. अफसरों ने कहा कि साहब ये तो बहुत मुश्किल होगा, भारत सरकार चलाना ही मुश्किल होगा, इतना डिवैल्यूएशन हो जाएगा. मैंने कहा जी नहीं, ये मेरा प्रारंभ है, मुझे राज्यों को पर भरोसा है, राज्य भी अच्छा करेंगे, पैसे जाने दो राज्यों के पास. और हमने 32 का 42 वैसा का वैसा फाइनेंस कमीशन की रिपोर्ट को स्वीकार किया. अब UPA के कालखंड में मनमोहन सिंह जी जब थे और रिमोट सरकार चलती थी, तब कर्नाटका को डिवैल्यूएशन का 10 साल में 80,000 करोड़ रुपए मिले थे. हमारी सरकार ने करीब 3 लाख करोड़ रुपए दिए हैं. केरला UPA के समय 46,000 करोड़ रुपए दिए गए थे. हमारी सरकार ने 1,50,000 करोड़ रुपए दिए हैं. अब ये आंकड़े तो बताते हैं. तमिलनाडु UPA के समय तमिलनाडु को 95,000 रुपए, तब की वो सरकार में पार्टनर थे. ये केरल वाले भी सरकार में दिल्ली में पार्टनर थे, हम नहीं बैठे थे, वो बैठे थे. उस समय करीब 95,000 करोड़ रुपया तमिलनाडु को मिला था. आज करीब 3 लाख करोड़ यानी 2,90,000 करोड़ रुपीस तमिलनाडु को मिला है. ये आंकड़े बताते हैं कि ये झूठ फैलाया जा रहा है, राजनीतिक स्वार्थ के लिए नफरत का वातावरण पैदा किया जा रहा है. कोई भी और दुर्भाग्य है कि कांग्रेस पार्टी ऐसे लोगों के साथ बैठी है, जो नेशनल पार्टी है, जो 5-6 दशक तक देश चला चुकी है और ऐसी हरकतें और ऐसी गंदी प्रवृत्तियों में हिस्सेदार बन गई है. റൈറ്റ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഈ പോര്. കേന്ദ്രവും കേരളവും തമ്മിലുള്ള പോര് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു, രാഷ്ട്രീയ എതിരാളികളെ സാമ്പത്തികമായി ഞെരുക്കുന്നു, ഫെഡറൽ സംവിധാനത്തെ അപ്പാടെ തകർക്കുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ ഡൽഹിയിൽ പോയി സമരം നടത്തിയത് അതൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയ ചിത്രം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതിന് മുൻപ് തന്നെ. ഏതായാലും മറ്റു പ്രതികരണങ്ങൾ കൂടി. ക്രൈസ്തവർക്കൊപ്പമാണ് BJP എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് BJPയുടെ രാഷ്ട്രീയ ശൈലി. ഗോവയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് BJP കാലങ്ങളായി ഭരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നാണ്. ക്രൈസ്തവ ബിഷപ്പുമാരും മത നേതാക്കളുമായി നിരന്തരം ബന്ധം പുലർത്തുന്നതാണ് തന്റെ രീതി. വിശേഷ ദിവസങ്ങളിലും ഉത്സവ സമയങ്ങളിലും ബിഷപ്പുമാരെയും മത നേതാക്കളെയും സന്ദർശിക്കാറുണ്ട്. കേരളത്തിലെ സഭകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ BJPക്ക് ആശങ്കയുണ്ട്. വിവിധ സഭകൾ തമ്മിലുള്ള പള്ളിത്തർക്കത്തിൽ ഇടപെടണമെന്ന് ബിഷപ്പുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. हमारे प्रयत्न और ज्यादा करने चाहिए हमको, हम कर रहे हैं. अब केरला में बूथ से लेकर राष्ट्रीय स्तर तक हमारी लीडरशिप में क्रिश्चियन साथी हैं. क्रिश्चियन लीडर्स, बिशप्स
शायद साल में 5-6 बार मेरे से मिलना जुलना होता है। मेरे यहाँ क्रिसमस भी मैं बड़ा अच्छा फेस्टिवल करता हूँ। एलडीएफ यूडीएफ के झूठ से क्रिश्चियन कम्युनिटी तंग आ गई है और मेरे पास आकर के वो उन्हीं की शिकायत करते, बोले हमारे चर्चों के बीच में इतनी लड़ाई करवा दी है, हमारी चर्च की प्रॉपर्टी को इतना संकट में डाला हुआ है, आप हमारी मदद कीजिए। वो भारत सरकार से मदद चाहते हैं, ये मुसीबत में है और मैं इतनी मुसीबत में वहाँ चर्च जी रहा है, उनकी मुसीबतें मैं देख रहा हूँ, हम उसकी चिंता करने। अब जैसे फिशरमैन है, मैंने अलग अलग फिशरी डिपार्टमेंट बनाया है ताकि हमारे कोस्टल एरिया के लोगों की मदद हो सके। अभी उसका स्वागत करते हैं लोग और ये मेरी कोशिश है कि इस प्रकार के प्रयत्नों से उनकी आर्थिक स्थिति अच्छी बने, उनको मॉडर्न टेक्नोलॉजी का फ़ायदा मिले और ब्लू इकोनॉमी का जो मेरा क्षेत्र है उसमें भी उस समाज के काफ़ी लोगों को फ़ायदा होने की संभावना है। अच्छा, क्रिश्चियन समुदाय का स्वास्थ्य और शिक्षा क्षेत्रों से गहरा जुड़ाव रहा है। अच्छा, मैं वेटिकन गया तो होली पोप को मिलने गया था, तो बड़ी लंबी चर्चा हुई और उनको मेरी सरकार के कामों की काफ़ी जानकारियाँ थी, काफ़ी विषयों पर का और बहुत से मुद्दों में हम बोर्ड पर थे और मैंने तो उनसे कहा कि आप भारत आइए, मैंने निमंत्रण दिया है उनको। हो सकता है शायद अगले साल वो अपना कार्यक्रम बना ही ले। റൈറ്റ്. അപർണ, ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം മുഖം തിരിച്ചു നിൽക്കുകയാണ് ബി ജെ പിയുടെ എന്ന ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗം കൂടുതൽ അടുക്കുകയാണ് പാർട്ടിയിലേക്ക് എന്ന നിരീക്ഷണമുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പല പുരോഹിതന്മാരും അത് പരസ്യമായി തന്നെ പറഞ്ഞ് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഈ വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ വിവിധ മണ്ഡലങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള മണ്ഡലങ്ങളാകട്ടെ, മറ്റ് ഇനി കടന്നു വരാൻ പോകുന്ന മണ്ഡലങ്ങൾ, ബി ജെ പി ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ, അതിപ്പോ തിരുവനന്തപുരമാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഉറ്റുനോക്കുന്നത് ക്രൈസ്തവ വോട്ടുകളിലേക്കാണ്. സഭയുടെ പരസ്യമോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള പിന്തുണയിലേക്കാണ്. അതെ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വാർത്ത തന്നെയാണ്. അതായത് ആലപ്പുഴയിൽ നിന്നടക്കം ഫാദർ സേവിയറിനെ പോലെയുള്ളവർ ലേഖനം എഴുതുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം പ്രതികരണങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത്. അതെ, ഇനി ഒരു പ്രതികരണം കൂടി. അത് പ്രധാനമായും സംസ്ഥാനത്തോട്, ഇടതുപക്ഷ നേതാക്കളോട് ഏത് തരത്തിലുള്ള അനുഭാവമാണ് അല്ലെങ്കിൽ അനുഭാവമില്ലായ്മയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് കൂടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോടോ കുടുംബത്തോടോ കേരളത്തിലെ ഇടത് സർക്കാരിനോടോ കേന്ദ്ര സർക്കാരിന് മൃദു സമീപനമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ അന്വേഷണ ഏജൻസികളും സ്വതന്ത്രമായാണ് ഇടപെടാറുള്ളത്. അതിൽ പ്രധാനമന്ത്രിയുടെ സമീപനം മൃദുവാണോ കർക്കശമാണോ എന്നത് പ്രസക്തമല്ല. പ്രധാനമന്ത്രിയോ സർക്കാരോ അതിൽ ഇടപെടാറില്ല എന്നും ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചു. मोदी का सॉफ्ट होना या हार्ड होने का कोई मतलब ही नहीं है। ये काम इंस्टीट्यूशंस करती हैं, स्वतंत्र रूप से करती हैं और न मेरी सरकार ने न प्रधानमंत्री ने ऐसी चीज़ों में टांग अड़ानी चाहिए, मेरा सिद्धांत है। जहाँ तक कांग्रेस और कम्युनिस्ट का सवाल है, मैं कहता हूँ ये एक ही सिक्के के 2 पहलू है, ये कोई अलग है ही नहीं। भ्रष्टाचार में डूबी पिनराई सरकार को हमने हमेशा बेनकाब किया है, मेरे यूनिट ने किया है, हमने भी किया है। क्योंकि अब देखिए 15 अप्रैल का भाषण, CMRL के साथ सौदे का मुद्दा उठाया, हमने डिटेल में उठाया। गोल्ड स्मगलिंग मामले में CM ऑफिस की ओर हमने बिल्कुल इशारा किया, साफ साफ बता दिया। कम्युनिस्ट पार्टी 2 बुराइयों के उस पर कभी पहचान नहीं थी, न परिवारवाद का आरोप होता था कम्युनिस्ट पार्टी पे, न भ्रष्टाचार का आरोप होता था। आज इन दोनों में केरल कम्युनिस्ट पार्टी औरों को भी उन्होंने पीछे छोड़ दिया है। यानी बिहार के कुछ राजनेता और जो बदनाम राजनेता है, उससे भी बुरा हाल परिवारवाद का केरल के कम्युनिस्ट पार्टी में दिखता है, उससे भी बुरा हाल दिखता है। अब देखिए CPM ने कोऑपरेटिव बैंक को लूटा है, उसको बेनकाब करने का काम हमने ही किया है और आने वाले दिनों में भी लोगों को न्याय दिलाने के लिए हम भरपूर क्या करें। और कांग्रेस केरला में बोलेगी इन्हें जेल डालो और अगर मैं जेल डालूंगा तो दिल्ली आकर के बयान करेंगे कि देखिए राजनीतियों के प्रति विंडिक्टिव है। अब ये 2 प्रकार की बातें करने वाले लोगों को देश कभी स्वीकार नहीं कर सकता है जी।
റൈറ്റ് അപർണ, എന്തായാലും കേരളത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി BJPയുടെ കേന്ദ്ര നേതൃത്വം ഓരോ വിഷയങ്ങളിലും, അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കൃത്യമായി അളന്നുകൊണ്ട് വിവാദ വിഷയങ്ങളിൽ അടക്കം എന്തായിരിക്കണം മറുപടി എന്നതിൽ കൃത്യമായ നിലപാടാണ് പ്രധാനമന്ത്രി ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. BJPയുടെ പ്രചാരണങ്ങൾ, സംസ്ഥാനത്തുടനീളമുള്ള പ്രചാരണങ്ങളിലെല്ലാം പ്രതിഫലിക്കുക കൂടിയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് ഇലക്ഷൻ പൂരം തുടരേണ്ടതുണ്ട്. ആറ്റിങ്ങലിലേക്കാണ് അതെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറയുമ്പോൾ 2 കേന്ദ്രമന്ത്രിമാരെയാണ് സംസ്ഥാനത്ത്, അതും BJPക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ പറ്റാത്ത കേരളത്തിലേക്ക് 2 കേന്ദ്രമന്ത്രിമാരെ മത്സരത്തിന് ഇറക്കിയിരിക്കുകയാണ്. അതിൽ ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. അങ്ങനെ ഒരു ദേശീയ മുഖം തുറക്കുകയാണ് BJP ആറ്റിങ്ങലിലേക്കാണ് നമ്മൾ കടക്കുന്നത്. VV അരുണാണ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. കോട്ട നിലനിർത്താൻ UDF, നഷ്ടപ്പെട്ട കോട്ട തിരിച്ചു പിടിക്കാൻ LDFും ശ്രമിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അങ്ങേയറ്റം ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വീട്ടിൽ ആർക്കെങ്കിലും